എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചിക്കറിയാണ്. ബീഫ് അല്ലെങ്കിൽ പോത്താണ് യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 300 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. പോത്തിറച്ചിയാണ്. ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. 3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അത്ര കറിയാണ് ഇതുകൊണ്ട് തയ്യാറാക്കുന്നത്. കുക്കറിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 25 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനിവിടെ ഒരു 3-4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇതിൽ ചേർത്ത് കൊടുക്കാം. മുക്കാൽ ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചത് വേവിച്ചെടുക്കാം. ബീഫ് വേവിക്കുന്നത് എങ്ങനെയാണെന്ന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്ലോ കുക്ക് ചെയ്തെടുക്കുക, അപ്പോഴാണ് നല്ല സോഫ്റ്റായി കിട്ടുന്നത്. ആദ്യത്തെ ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീട് ഒരു 4 മുതൽ 6 വരെ വിസിൽ ഏറ്റവും ചെറിയ തീയിലും വെച്ച് അടുപ്പിച്ചാൽ ബീഫ് നന്നായി വെന്തിട്ടുണ്ടാവും. കുക്കറിലെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം തുറന്നു നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ ഒരു 2 വിസിലും കൂടി അടുപ്പിച്ചാൽ ബീഫ് നന്നായി വെന്ത് കിട്ടും. ഇറച്ചി വേവിച്ച് വെച്ചതിന് ശേഷം തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി മുറിച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റ് ആയിട്ടുള്ളതോ ചേർത്ത് കൊടുക്കാം. 2 തക്കാളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ കൂടെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഇതെല്ലാം ഒരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ പൊടികൾ വറുത്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു വെളിച്ചെണ്ണയിൽ പൊടികൾ നന്നായി വറുത്തെടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം ഇതുപോലെ വറുത്തെടുക്കാൻ. കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കണം. നല്ലപോലെ പച്ചമണം എല്ലാം മാറി വഴറ്റി വരുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് കറിക്കുണ്ടാവുക. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് മിക്കവാറും വെന്ത് വരുമ്പോൾ വെള്ളം അതിൽ കാണില്ല. അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് ചാറാക്കി എടുക്കാം. ഇനി റോസ്റ്റ് ആയിട്ട് എടുക്കുന്നവരാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ഇതേപടി അങ്ങ് റോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ഇനി അതല്ല കറിയായിട്ട് എടുക്കുന്നവരാണെങ്കിൽ അതിലേക്ക് ഒരു ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടർ ഒഴിക്കുന്നതിനേക്കാട്ടിലും കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ഓരോരുത്തരുടെയും ചാറ് എത്രയാണോ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് വെള്ളം വറ്റും. അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വറ്റിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഗ്രേവി നന്നായി തിളച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ചാറ് കുറുകി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ
കുരുമുളക് പൊടിച്ചതോ അല്ലെങ്കിൽ ക്രഷ് ചെയ്ത കുരുമുളകോ ചേർത്ത് കൊടുക്കാം. അതും ഓപ്ഷണലാണ്. എരിവൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരോ അത് ചേർത്ത് കൊടുക്കാം. രുചിയാണ്, നല്ല നാടൻ ടേസ്റ്റാണ്. ചെറിയുള്ളി ഇട്ട് വേവിച്ച ബീഫും അതുപോലെ മസാലയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത്. നെയ്ച്ചോറിൻ്റെ കൂടെ അസൽ കോമ്പിനേഷനാണ്. അതുപോലെ പൊറോട്ടയുടെ കൂടെയും ഈ ഒരു കറി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.